പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദേവാനി റൂമിൽ വന്നതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് അതിൽ എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നേന്ന് എഴുതും. രണ്ടാമത് വീണ്ടും ഒരു പേപ്പർ എടുത്ത് എൻ്റെ മരുമകളല്ല എനിക്ക് കരൾ തന്നേന്ന് എഴുതും. ഈ രണ്ടെണ്ണം പോരാ, ഇനി വീണ്ടും വേണമെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് വീണ്ടും മൂന്നാമതും എഴുതുകയാണ്. അതിലെഴുതുകയാണ് എൻ്റെ മരുമകൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എൻ്റെ അടുത്തുള്ളത്. ആ സ്നേഹ സമ്മാനമാണ് അവൾ എനിക്ക് ദാനമായിട്ട് തന്നേന്ന് എഴുതും. വീണ്ടും ഒരു പേപ്പർ എടുത്ത് എഴുതുകയാണ് എൻ്റെ മരുമകൾക്ക് എന്നോട് വെറുപ്പാണ് എന്ന്. എനിക്ക് കരൾ തന്നത് അവളല്ല എന്നിങ്ങനെ എഴുതിയതിന് ശേഷം എല്ലാ പേപ്പറും കൂടി മടക്കി പിടിച്ച് ദേവയാനി പൂജാമുറിയിലോട്ടാണ് പോകുന്നത്. പൂജാമുറിയിൽ ചെന്ന് എല്ലാ പേപ്പറും ഒരു ബോട്ടിലാക്കി അതിലിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. കൂടെ നിൽക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ദേവയാനി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ആ ബോട്ടിലിൽ നിന്നും ഒരു പേപ്പർ എടുക്കുകയാണ്. എടുക്കുമ്പോൾ ദേവയാനി കറക്റ്റായിട്ടുള്ള പേപ്പറാണ് കിട്ടുന്നത്. എൻ്റെ മരുമകൾക്ക് സ്നേഹമാണ്, ആ സ്നേഹ സമ്മാനമായി തന്നിട്ടുള്ള ദാനമാണ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്ന പേപ്പറാണ് ദേവയാനിയുടെ കയ്യിൽ കിട്ടുന്നത്. പേപ്പർ കിട്ടുമ്പോൾ ദേവയാനിക്ക് സങ്കടമാണ് തോന്നുന്നത്. എന്നിട്ട് ഏകദേശം കാര്യങ്ങൾ എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ദേവയാനി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ വന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണ് ദേവയാനി. എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ടുണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്, അതും കൂടി എല്ലാം ശരിയാക്കി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് പൂജാരി ഇറങ്ങി വരികയാണ്. പൂജാരി ദേവയാനിയോട് ചോദിക്കുന്നു എന്താ ഒറ്റയ്ക്കാ വന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് നല്ല സങ്കടമാണ് തോന്നുന്നത്. അപ്പോൾ പൂജാരി ചോദിക്കുകയാണ് എന്താ മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ, മൂർത്തി സാറ് വരുമ്പോൾ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദേവയാനിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് അച്ഛൻ എൻ്റെയും നയനിയുടെയും പേര് മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ടല്ലോ, ഇന്ന് നടത്തിയിരുന്നോ എന്ന് ചോദിക്കും. മൃത്യുഞ്ജയ ഹോമം നടത്താൻ പറ്റത്തില്ല, എല്ലാ പക്കനാളിലും ദേവയാനിയുടെയും നയനിയുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്താൻ എല്ലാ മാസവും ചെയ്യാൻ പറഞ്ഞിരുന്നു, ഇതേ നടത്താറുള്ളൂ. അതിനുശേഷം പൂജാരി നയനയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. നയന ആ കുട്ടി പാവമാണ് എന്നൊക്കെ. അമ്മായി മരുമകളെ സ്നേഹിക്കാത്ത കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറഞ്ഞു പൂജാരിക്ക് അറിയാവുന്നത് കൊണ്ട് പൂജാരി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിയമ്മ ആ മരുമകളെ സ്നേഹിക്കാത്തതാണ് ഇപ്പോൾ ആ വീട്ടിലെ പലരുടെയും സങ്കടമെന്ന് ഇങ്ങനെ പറഞ്ഞ അതിനുശേഷം ദേവയാനി തൊഴുത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കനകയും നയനയും കൂടി അങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് ചിന്തിച്ച് അവരെ തന്നെയല്ലോ എൻ്റെ മുന്നിൽ കാണിച്ചു തന്നതെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. നയനയെ കാണുമ്പോൾ ദേവയാനിക്ക് ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നു, എന്നാലും മനസ്സിൽ ഓർമ്മിക്കുകയാണ് അതൊന്നും പുറത്ത് കാണിക്കേണ്ട, പഴയതുപോലെ തന്നെ ദേഷ്യത്തിൽ നിൽക്കാമെന്ന്. കനക അപ്പോൾ നയനയോട് പറയുകയാണ് നമ്മളെപ്പോഴും അമ്പലത്തിൽ വരുമ്പോൾ ആദർശ് മോൻ്റെ അമ്മയെ ഇവിടെ വെച്ച് കാണുകയാണല്ലോ എന്ന്. ഞാൻ അമ്മയെക്കുറിച്ച് നല്ലോണം ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അമ്മ എൻ്റെ കൺമുമ്പിൽ വന്ന് പെടുന്നതെന്ന് നയന പറയും. പിന്നീട് അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുമ്പോൾ ദേവയാനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നയന ദേവയാനിയോട് ചോദിക്കുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ എന്ന്. അപ്പോൾ ദേവയാനി നല്ല ദേഷ്യത്തിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് ആരാ ഇപ്പോൾ കാഴ്ചക്കാരായിട്ടുള്ളതെന്ന്. കനക പറയുകയാണ് ഞങ്ങൾ ഇപ്പോഴും ആദർശ് മോൻ്റെ അമ്മയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വന്നതെന്ന്, അതുകൊണ്ടായിരിക്കും ആദർശ് മോൻ്റെ അമ്മ നമ്മുടെ മുൻപിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് ഞാൻ നിങ്ങളെ ചിന്തിച്ചിട്ടൊന്നുമല്ല വന്നത്, നിങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്ന് പെടുന്നതെന്ന്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് അമ്മയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ല ദേഷ്യത്തിൽ തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ദേവയാനി. സുഖമില്ലെങ്കിൽ ഞാനിപ്പോൾ അമ്പലത്തിൽ ഒറ്റയ്ക്ക് വരുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ദേവയാനി അങ്ങ് പോവുകയാണ് അമ്പലത്തിൽ നിന്നും. നയനയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞ് ദേവയാനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും തോന്നുന്നു. ഇത് കഴിഞ്ഞ് ദേവയാനി കുറച്ച് ദൂരെ അകലെ ചെന്നിട്ട് ദേവയാനി നയനയെ തിരിഞ്ഞു നോക്കുകയാണ്. ഭയങ്കര സങ്കടത്തിൽ ദേവയാനി ഇങ്ങനെ നോക്കുന്നത് നയനയും കാണുന്നു. ദേവയാനി നയനയെ തിരിഞ്ഞു നോക്കുന്നത്. നയന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കനക പറയുകയാണ് മോളുടെ അമ്മായിയമ്മ മോളെ സ്നേഹിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നയനയെ വിളിച്ചുകൊണ്ട് കനക പോവുകയാണ്. പിന്നീട് ദേവയാനി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ സുരഭി എന്ന് പറയുന്ന നേഴ്സുമായിട്ടാണ് സംസാരിക്കുന്നത്. സുരഭി എന്ന് പറയുന്ന നേഴ്സിന് ജോലി വാങ്ങിക്കൊടുത്ത ദേവയാനിയാണ്. അങ്ങനത്തെ ഒരുപാട് നാളത്തെ പരിചയം ഉള്ളത് കൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷേ പൈസയുമായിട്ടാണ് ദേവയാനി സുരഭിയെ കാണാൻ പോയത്. ദേവയാനിക്കാണെങ്കിൽ സുരഭിയിൽ നിന്ന് കുറച്ച് സത്യങ്ങൾ അറിയാനുണ്ടായിരുന്നുള്ളൂ. ദേവയാനിക്ക് കരൾ കൊടുത്ത ആരെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ദേവയാനി സുരഭിയെ കാണാൻ പോയത്. ജോലി ചെയ്യുന്ന നേഴ്സ് ആയതുകൊണ്ട് സുരഭിയിൽ നിന്നും എന്തെങ്കിലും അറിയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ദേവയാനി അവിടെ ചെയ്യുന്നത്. എന്നിട്ട് സുരഭിക്കിൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ എനിക്കറിയാം, ഇതിൽ 50,000 രൂപയുണ്ട്, ഇത് വെച്ചോ, ബാക്കിയുള്ള പൈസ ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം എന്ന് ദേവയാനി പറയുന്നു. എനിക്ക് സത്യം അറിയണം എന്ന് പറയാം. അപ്പോൾ നേഴ്സ് പറയുകയാണ് മാനേജ്മെൻറ്റിനെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്, എൻ്റെ ജോലി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. അപ്പോൾ ദേവയാനി പറയുകയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ദേവയാനി ഒരുപാട് നിർബന്ധിക്കുന്നു.
ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നേഴ്സാണെങ്കിൽ ഒന്നും വിട്ടു പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ദേവയാനി എനിക്ക് ബ്ലഡ് തന്നത്, എനിക്ക് കരൾ തന്നത് എൻ്റെ മരുമകളല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സുരഭിയാണെങ്കിൽ തിരിഞ്ഞു നിന്ന് നോക്കുകയാണ്. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? നിന്റെ മുഖം സത്യം വിളിച്ച് പറയുന്നുണ്ടല്ലോ എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നതെന്ന്. ബ്ലഡ് തന്നതും ഒക്കെ എനിക്കറിയാം, എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുന്നു. അപ്പോൾ സുരഭി പറയുകയാണ്, ഇത്രയൊക്കെ മേഡം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന്. പാവം കുട്ടി തന്നെ മേഡത്തിന് കരൾ തന്നെയെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. എനിക്ക് നയനേനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ അവൾക്ക് മുകളിലല്ല, ഞാൻ അവൾക്ക് ഒരുപാട് താഴെയാണ്. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഇത് അലട്ടിക്കൊണ്ടേയിരിക്കും. ദേവയാനിയുടെ അടുത്ത് നേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് സങ്കടവും കരച്ചിലും വരികയാണ്. നല്ല രീതിയിൽ ദേവയാനി കരയുകയും ചെയ്യുന്നു. ദേവയാനി പറയുകയാണ്, എൻ്റെ മകനും എൻ്റെ ഭർത്താവും ഒക്കെ എന്നെ പറ്റിച്ചു, അവളാണ് കരൾ തന്നെയെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല, എല്ലാവരും മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ദേവയാനി വീണ്ടും നേഴ്സിൻ്റെ പറയുകയാണ്, നീ എനിക്ക് ഇനി ഒരു സഹായം കൂടി ചെയ്തു തരണം, അതൊരു മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. നിനക്ക് തരാമെന്ന് പറഞ്ഞ പണം ഞാൻ നിൻ്റെ കയ്യിൽ തന്നെ തരും. കൊടുത്തുന്ന സമയത്ത് ആ നേഴ്സ് പൈസയൊന്നും വാങ്ങുന്നില്ല. ഇത് കഴിഞ്ഞ് ദേവയാനി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പൈസ വെച്ച് കൊടുക്കണം. അപ്പോൾ നേഴ്സിൻ്റെ പറയുകയാണ്, എന്നിട്ട് ഞാനിപ്പോൾ അറിഞ്ഞ സത്യം നൈനയാണ് കരൾ തന്നെ എന്നുള്ള സത്യം മറ്റാരും അറിയരുത്, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന രീതിയിലാണ് ഈ പൈസ കൊടുക്കുകയാണ്. ദേവയാനി അറിഞ്ഞ കാര്യം മറ്റാരും അറിയരുത് എന്ന കരാറിലാണ് ദേവയാനി ആ പൈസ നേഴ്സിൻ്റെ ഏൽപ്പിക്കുന്നത്. രവിയുടെ കയ്യിൽ ആ പൈസയും കൊടുത്തിട്ട് ദേവയാനി അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിലേക്ക് വന്നിട്ട് ദേവയാനി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ചെയ്ത തെറ്റുകൾ ഓരോന്നായിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടാണ് ദേവയാനി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, നൈനയ്ക്ക് ഒരുപാട് തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ എന്ന് ഭഗവാന്റെ മുമ്പിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദേവയാനി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. ദേവയാനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വീണ്ടും പൂജാരി കാണുന്നു. പൂജാരി കണ്ടതിന് ശേഷം പൂജാരി ചോദിക്കുകയാണ്, എന്താ പോയിട്ട് വീണ്ടും വന്നോ എന്ന്. അതിനുശേഷം പൂജാരിയോട് ദേവയാനി ചോദിക്കുകയാണ്, നൈനയും അമ്മയും വന്നോ എന്ന് ചോദിക്കുമ്പോൾ മാഡം ഇവിടെ നിന്ന് വന്നിട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു എന്ന്. അപ്പം തന്നെ പോയോ എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയുകയാണ്, ഇല്ല, അവർ കുറച്ച് സമയം ഇവിടെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, നൈനയുടെ പേരിൽ എന്തെങ്കിലും വഴിപാട് നടത്തണമല്ലോ, അപ്പോൾ നടത്തിയിരിക്കും, അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന രീതിയിൽ പോറ്റിയോട് ചോദിക്കുകയാണ്, നൈനയുടെ പേരിൽ എന്തെങ്കിലും വഴിപാട് നടത്തിയിരുന്നോ എന്ന്. ആ വഴിപാട് നടത്തിയിരുന്നു, ആ കുട്ടിയുടെ അമ്മായിയമ്മയുടെ പേരിൽ ദേവയാനിയുടെ പേരിൽ കുങ്കുമാർച്ചന നടത്തിയിരുന്നു എന്ന്. ഇയാൾക്ക് വലിയ രോഗമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ആ കുട്ടി ഇവിടെ വരുമ്പോൾ ആ വഴിപാട് നടത്തുന്ന ദേവയാനിയുടെ പേരിലാണ്. ആദ്യം വഴിപാടിന് പറയുന്ന ദേവയാനിയുടെ പേരാണ്. അങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് വീണ്ടും സങ്കടമാണ് തോന്നുന്നത്. ഇത് കഴിയുമ്പോൾ വീണ്ടും നൈനയെ കുറിച്ചാണ് പറയുന്നത്. ആ കുട്ടിക്ക് എന്തോ നല്ല വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും ആ കുട്ടി പറയുന്നില്ല. അതിൻ്റെ അമ്മായിയമ്മ സ്നേഹിക്കാത്തതിൽ അതിന് വലിയ വിഷമമുണ്ട്. പിന്നീട് പൂജാരി ദേവയാനിയോട് പറയുന്ന, ആ കുട്ടി അമ്മായിയമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭഗവാന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ മാറ്റിത്തരും. അതുകൊണ്ടാണല്ലോ മൂർത്തി സാർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് നല്ല കാര്യമുണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ദേവയാനിയാണെങ്കിൽ വളരെ സങ്കടത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ ആദർശിനെയും ജയനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശിനെയാണ് കാണിക്കുന്നത്. അവിടെ ദേവയാനി വീട്ടിലില്ലല്ലോ, അവരോടൊന്നും പറയാതെയാണ് ദേവയാനി പുറത്തേക്ക് പോയത്. ഇനി കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടെത്തോ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ദേവയാനി എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, കണ്ടെത്തണമെങ്കിൽ അങ്ങ് കണ്ടെത്തിക്കോട്ടെ, എത്ര നാളാണ് ദേവയാനിയിൽ നിന്ന് ആ സത്യം നമ്മൾ മറച്ചു വയ്ക്കാൻ കഴിയും, ഒരു നാൾ ദേവയാനി എപ്പോഴായാലും അറിയേണ്ടതല്ലേ, അവൾ അത് അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ദേവയാനിയെ കാണുമ്പോൾ ജയൻ ചോദിക്കുകയാണ്, നീ എവിടെയാ ദേവയാനി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, ഞങ്ങളുടെ അടുത്തൊന്നും പറയാതെ നീ ഇങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ജയൻ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നു. അപ്പോൾ ദേവയാനി പറയുകയാണ്, എൻ്റെ മകനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഉറക്കമൊന്നുമില്ല, അവൻ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പോയതാണെന്ന്, അവൻ്റെ പേരിൽ വഴിപാട് കഴിക്കാനാണ് പോയതെന്ന് പറയാം. അപ്പോൾ ജയൻ പറയുകയാണ്, മോന് ഉറക്കം കിട്ടാൻ വേണ്ടി നീ അമ്പലത്തിൽ പോയി വഴിപാടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അവന് ഉറക്കം കിട്ടണമെങ്കിൽ അവൻ്റെ ഭാര്യ നയനെ ഇവിടെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ദേവയാനി ആദർശിനടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് അവളെ കാണാതെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് അവളെ വിളിച്ചുകൊണ്ട് വന്നൂടെ എന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് അവളെ വിളിച്ചുകൊണ്ട് വരാൻ അവൻ പോകുക, അവളുടെ അമ്മായിയമ്മ വിളിക്കാതെ അവൾ വരത്തില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ തന്നെ അവളെ കൊണ്ടുവന്നിട്ട് നിനക്ക് ആ കുട്ടിയുടെ കുറ്റവും കുറവുകളൊക്കെ പറയാൻ വേണ്ടിയാണോ? മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ജയൻ പറയുകയാണ്, ആദർശനാണെങ്കിൽ ഇപ്പോൾ കമ്പനി കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അച്ഛനും അതുപോലെ തന്നെ നയനമോളില്ലാത്തതുകൊണ്ട് അച്ഛനും ഭയങ്കര വിഷമമാണ് എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്,
ജയേട്ടനും അമ്മയ്ക്കൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് നയന ഇല്ലാത്തതുകൊണ്ട് ഇനി വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജയൻ പറയാണ് പിന്നെ ഞങ്ങൾക്കും അങ്ങനെ തന്നെ നയന ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമമാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ് നയന മോളുടെ കുറവ് ഇവിടെ ആർക്കും നികത്താൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നു അവളെ മനസ്സിലാക്കാൻ കഴിയാത്തത് എനിക്ക് മാത്രമാണ് അല്ലേ എന്ന്. എന്നിട്ട് ജയൻ പറയുകയാണ് അവൻ്റെ അമ്മയുടെ ഒപ്പം അവൻ്റെ ഭാര്യയെ അവൻ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ കേൾക്കുമ്പോൾ ആദർശ് പറയാണ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അമ്മയെക്കാളും മുകളിൽ ആരുമില്ല എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തിനാ മോനെ നീ കള്ളം പറയുന്നത്, ഉള്ളതുപോലെ പറഞ്ഞൂടെ എന്ന്. അപ്പോൾ ദേവേനി പറയുന്നത് എനിക്കാണ് അപ്പോൾ അവളെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ദേവേനിയോട് ചോദിക്കും നീ എന്താ ഒന്നും പറയാതെ പോവുകയാണ് എന്ന്. അപ്പോൾ ദേവേനി പറയും ഞാനെന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദർശ് പറയും ഇപ്പോൾ ഞാൻ അമ്മയ്ക്കൊപ്പം നയനീനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് നല്ല വിഷമമായിരുന്നു തോന്നുന്നു എന്ന് ഇങ്ങനെ ആദർശ് പറയുന്നത് കഴിഞ്ഞിട്ട് ദേവയാനി അവിടെ ചെന്നിരുന്ന് ദേവയാനി ഭയങ്കര കരച്ചിലാണ്. പൂജാരി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് കുങ്കുമാർച്ചന നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ അതൊക്കെ ഓർമ്മിച്ചോട്ട് ദേവയാനി ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.